പരിസ്ഥിതി ദിന ക്വിസ്. ആവർത്തിച്ചു വരുന്ന ചോദ്യോത്തരങ്ങൾ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഉത്തരം ഡയോക്സിൻ. കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം വെള്ളയമ്പലം. മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22. എന്നാണ് ഓസോൺ ദിനം? ഉത്തരം സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ഏക മയിൽ സങ്കേതം എവിടെയാണ്? ഉത്തരം ചൂളന്നൂർ, പാലക്കാട്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1973. വാഹനത്തിൽ നിന്ന് വരുന്ന പുകയിലെ ഏറ്റവും മാരകമായ നിറമോ മണമോ ഇല്ലാത്ത വസ്തു ഏത്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. എന്നാണ് ലോക കൊതുകു ദിനം? ഉത്തരം ആഗസ്റ്റ് 20. ലോകത്ത് ആകെ 563 ബയോസ്ഫിയർ റിസർവുകൾ ആണ് ഉള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര എണ്ണം ഉണ്ട്? ഉത്തരം 17. കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം വിഴിഞ്ഞം. ഗംഗാ നദിയെ മാലിന്യ വിമുക്തമാക്കാൻ 1956 ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഗംഗ ആക്ഷൻ പ്ലാൻ. ഗോൾഡ് മാൻ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഉത്തരം മേധാ പട്കർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം പാമ്പാടും ചോല, മറയൂർ. അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്ത സ്മാരകം ഏത്? ഉത്തരം താജ്മഹൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഗിനിയ, ആഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത ജൈവ മേഖല ഏത്? ഉത്തരം നീലഗിരി. കടുവ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ 1973 നടപ്പാക്കിയ പദ്ധതി ഏത്? ഉത്തരം പ്രോജക്റ്റ് ടൈഗർ. ദി സ്റ്റോൺ ഹാർവെസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ വന്ദന ശിവ. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ഉത്തരം ടാൻസാനിയ. പ്രകൃതിയുടെ തോട്ടി എന്ന് വിശേഷിക്കപ്പെട്ട പക്ഷി ഏത്? ഉത്തരം കാക്ക. ലോകത്ത് ഏറ്റവും മലിനമായ നഗരം ഏത്? ഉത്തരം മെക്സിക്കോ സിറ്റി. പെട്രോളിൻ്റെ പുക മാരകമായ അണുപ്രസരണത്തിന് ഇടയാക്കും എന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഡോക്ടർ ഡെന്നീസ് ഹെൻഷോ. ഇന്ത്യയിൽ ആദ്യമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2012 ഫുകുവോക പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം ഡോക്ടർ വന്ദന ശിവ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം നെയ്യാർ. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം എൻ്റെ മരം. എന്താണ് സിൽവികൾച്ചർ? ഉത്തരം വനവത്കരണം. ഏതു വർഷമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വാതക ദുരന്തം ഉണ്ടായത്? ഉത്തരം 1984 ഡിസംബർ 2. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതക ചോർച്ച ഏത് അമേരിക്കൻ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്.
ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ വാതകം ഏത്? ഉത്തരം മീഥൈൽ ഐസോസയനേറ്റ്. ആനകളുടെ സംരക്ഷണത്തിന് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം പ്രോജക്റ്റ് എലിഫന്റ്. ഭൂമിയിലെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം ആമസോൺ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത വർഷം ഏത്? ഉത്തരം 2011. ഹെയ്ലി ദേശീയ ഉദ്യാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്ത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഹെയ്ലി ദേശീയ ഉദ്യാനം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തുരുണി. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം വയനാട്. ആദ്യ ലോക പരിസ്ഥിതി സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം 1972 ജൂലൈ 5. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രാജ്യം? ഉത്തരം USA. ഏതു പരിസ്ഥിതി പ്രവർത്തകൻ്റെ കൃതിയാണ് ദി ഡ്രങ്കൻ ഫോറസ്റ്റ്? ഉത്തരം ജെറാഡ് ഡ്യൂറൽ. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. എന്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്? ഉത്തരം പെട്രോളിയത്തിൽ നിന്ന്. ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റലിയിലെ നദി ഏത്? ഉത്തരം പോ നദി. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേയൊരു വാലില്ല കുരങ്ങുവർഗം ഏത്? ഉത്തരം ബബൂൺ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്കിൻ തോട്ടം എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. എൻഡോസൾഫാൻ ദുരിതങ്ങൾ കൂടുതലായി അനുഭവിച്ച കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ പക്ഷികൾ എന്ന വിഖ്യാത പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം KK ഇന്ദുചൂടൻ.